വെൽക്കം ടു ലെക്സ് ലെക്ചേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കുന്ന ടോപ്പിക്ക് പവർ ഓഫ് കോർട്ട് ടു റിക്വയർ അറ്റൻഡൻസ് ഓഫ് പ്രിസണേഴ്സ് ആണ്. സെക്ഷൻ 302 ഓഫ് BNSS 2023 പ്രകാരം ഒരു ക്രിമിനൽ കോർട്ടിന് നമ്മുടെ പ്രിസണിൽ ഡീറ്റെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ലീഗൽ പ്രൊസീഡിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയേ ഉള്ളൂ. പ്രിസണിൽ കൺഫൈൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രസൻസ് ഒരു ലീഗൽ പ്രൊസീഡിങ്ങിൽ അനിവാര്യമാണ്. അപ്പൊ ആ വ്യക്തിയുടെ ആ പ്രസൻസ് എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്രിമിനൽ കോർട്ട് ഒരു പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ വാറന്റ് കോർട്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻക്വയറി ടൈമിൽ അല്ലെങ്കിൽ ട്രയൽ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിന്റെ സമയത്തിലാണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ വാറന്റ് കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ക്രിമിനൽ കോർട്ട് നമ്മുടെ ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പ്രിസൺ, നമ്മുടെ പ്രിസണിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ആ ഓഫീസറിനോട് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഡീറ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഒഫൻസിലുള്ള ഒരു ചാർജിൽ ആൻസർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്താണ് ഒരു പ്രൊസീഡിങ്ങിൽ വിറ്റ്നസ് ആയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ചെയ്യും. ഇങ്ങനെ പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിസണിന്റെ ഓഫീസർ ഇൻചാർജ് ആണെങ്കിൽ ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന ആ കോർട്ടിന്റെ മുൻപാകെ ഈ ഡീറ്റെയിൽഡ് പേഴ്സണെ പ്രൊഡ്യൂസ് ചെയ്യണം. കസ്റ്റഡിയിലുള്ള ഒരു അക്യൂസ്ഡ് അല്ലെങ്കിൽ വിറ്റ്നസിന്റെ പ്രസൻസ് ഇല്ലാത്തത് മൂലം ഇൻജസ്റ്റിസ് കോസ് ആവാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ വാറന്റ് ക്രിമിനൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മുടെ നമ്മുടെ പ്രിസണിന്റെ ഇൻചാർജ് ഉള്ള ആ ഓഫീസറിന് എപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്കിനി നോക്കാം. ഇപ്പം മെഡിക്കൽ ഗ്രൗണ്ട്സ്, ഇപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞ ആ വ്യക്തിക്ക് എന്തെങ്കിലും സിക്നസ്സോ ഇൻഫർമിറ്റിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്ന ആ ഓർഡർ റെഫ്യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൺഗോയിങ് ലീഗൽ കസ്റ്റഡി, ഇപ്പൊ ഈ പ്രിസണർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ട്രയലിൻ്റെയോ മറ്റേതെങ്കിലും ഒരു ട്രയലിൻ്റെയോ ഇൻവെസ്റ്റിഗേഷൻ്റെയോ ഭാഗമായിട്ട് ഒരു കമ്മിറ്റൽ പ്രൊസീഡിങ്ങിലാണ് അല്ലെങ്കിൽ ഒരു റിമാൻഡിലാണെങ്കിൽ അദ്ദേഹത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ റെഫ്യൂസ് ചെയ്യാം നമ്മുടെ ഈ പ്രിസൺ ഇൻചാർജിന്. ഓക്കെ, പിന്നെ ഉള്ളത് ഷോർട്ട് റിമൈനിങ് കസ്റ്റഡിയേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഒരു ഷോർട്ടർ പീരീഡിൽ പ്രിസണറെ കസ്റ്റഡിയിൽ വെക്കുന്നുള്ളൂ. ഈ ഓർഡറിൽ പറഞ്ഞ ആ ദിവസം വരെയും ഇദ്ദേഹത്തിനെ വെക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കസ്റ്റഡിയിൽ വെക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിലും ഓഫീസ് ഇൻചാർജ് ഓഫ് പ്രിസണിന് റെഫ്യൂസ് ചെയ്യാം ഇദ്ദേഹത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഇനി അടുത്തത് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ ആണ്. നമ്മുടെ സ്റ്റേറ്റോ സെൻട്രൽ ഗവൺമെന്റോ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തിയെ പ്രിസണിൽ നിന്നും റിമൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പ്രിസണറിന് ഈ പ്രൊഡക്ഷൻ വാറന്റ് റെഫ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓഫീസർ ഇൻചാർജ് ഓഫ് ദി പ്രിസൺ റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റീസൺസ് ആണെങ്കിൽ റൈറ്റ് ചെയ്തിട്ട് കോർട്ടിന് സെൻഡ് ചെയ്തിരിക്കണം. അപ്പൊ സിമ്പിൾ ആണ് ഈ ടോപ്പിക്ക്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ ലീഗൽ കൺസെപ്റ്റിന് വേണ്ടി ലെക്സ് ലെക്ചർ സബ്സ്ക്രൈബ് ചെയ്യുക.